കഴിഞ്ഞ ഭാഗം കാണാത്തവർ മേലെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക. കഴിഞ്ഞ ഭാഗത്തിൽ ഹിൻഡൻബർഗ് റിസർച്ച് സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരെയുള്ള ആരോപണങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്തത്, നമ്മൾ അനലൈസ് ചെയ്തത്. ഈ ഭാഗത്തിൽ ഫോക്കസ് ഹിൻഡൻബർഗ് റിസർച്ചിനെ പറ്റിയാണ്. ഹിൻഡൻബർഗ് റിസർച്ചിനെ വിശ്വസിക്കാമോ? അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. അവരുടെ മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണ്, അവരുടെ രീതികൾ? ഒരു കാര്യം അംഗീകരിക്കാതെ വയ്യ, ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര ഹൈ ആണ്. പക്ഷേ അവരെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വെരി വോളറ്റൈൽ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഏത് സ്റ്റോക്കിനെ വേണമെങ്കിലും തകർക്കാം. കുറേ ഊഹാപോഹങ്ങളും കഥകളും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മീഡിയകളും ഉണ്ടെങ്കിൽ അത്രയും ലളിതമാണ് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ സ്ട്രാറ്റജി. ഹിൻഡൻബർഗ് റിസർച്ച് ഒരു കമ്പനിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനി 100% നശിച്ചു പോകാനാണോ സാധ്യത? അങ്ങനെ തിരിച്ചു വന്ന ഏതെങ്കിലും കമ്പനികളുണ്ടോ? കമ്പനികളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ ജാക്ക് ഡോർസിയും ആളുടെ കമ്പനിയായ ബ്ലോക്കിനെ പറ്റിയും പറയേണ്ടി വരും. അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ്, ഐ എം ബിപിൻ ആൻഡ് ഇറ്റ് മേക്സ് സെൻസ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. ഹിൻഡൻബർഗ് റിസർച്ചിന് വേറൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 24 ജാനുവരി 2023 അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങളായിട്ട് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ട്വിറ്ററിൻ്റെ മുമ്പത്തെ ഓണറായ ജാക്ക് ഡോർസിയുടെ ഒരു കമ്പനിയുണ്ട്, ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്. ആ കമ്പനിക്കെതിരെ മാർച്ച് 2023 ഹിൻഡൻബർഗ് റിസർച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ബ്ലോക്ക് എന്ന കമ്പനി മൊബൈൽ പേയ്മെൻറ്റ്സ് ആയിരുന്നു അവരുടെ കോർ ബിസിനസ്. ആരോപണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കസ്റ്റമർ നമ്പേഴ്സ് അവർ കൂടുതലായിട്ട് കൃത്രിമമായിട്ട് കൂടുതൽ കാണിച്ചിരുന്നു. എന്നുവെച്ചാൽ അവരുടെ യൂസർ നമ്പേഴ്സ് അവർ ഇൻഫ്ലേറ്റ് ചെയ്തിരുന്നു. പിന്നത്തെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഒരുപാട് ഇലീഗൽ ആൻഡ് ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്തിരുന്നു, ലൈക്ക് സെക്സ് ട്രാഫിക്കിംഗ്. ഈ കാര്യം ഹിൻഡൻബർഗ് റിസർച്ച് അവരെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതിനെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് നോക്കാം നമുക്ക്. ഷോർട്ട് സെല്ലർ അക്യൂസസ് ജാക്ക് ഡോർസീസ് ബ്ലോക്ക് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഫ്രോഡ് എന്നാണ് അവർ പറഞ്ഞത്. ഷോർട്ട് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കമ്പനിയുടെ ഷെയർസിനെ ടാർഗറ്റ് ചെയ്യും. അത് മാനിപ്പുലേറ്റ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കും. ഇത് തന്നെയാണ് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, മോഡസ് ഓപ്പറാൻഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കമ്പനീനെ അവർ ടാർഗറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ കമ്പനിയുടെ സ്റ്റോക്സിനെ അവർ ഷോർട്ട് ചെയ്തിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അവർ ലാഭം ഉണ്ടാക്കും. ഫെബ്രുവരി 2024 റിപ്പോർട്ട് പ്രകാരം ബ്ലോക്കിൻ്റെ ഗ്രോസ് പേയ്മെൻറ്റ് വോളിയം $228 ബില്യൺ ആണ്. എന്ന് വെച്ചാൽ 2023 അവരെ ഗ്രോസ് പേയ്മെൻറ്റ് വോളിയം $228 ബില്യൺ ആണ്. പിന്നെ ഓഗസ്റ്റ് 2024 റിപ്പോർട്ട് പ്രകാരം ബ്ലോക്ക് $2.23 ബില്യൺ ആണ് ഗ്രോസ് പ്രോഫിറ്റ് ആക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മുന്നത്തെ കൊല്ലത്തിനേലും 20% അധികമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിൻഡൻബർഗ് റിസർച്ച് ഇത്രയും ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ആളുകൾ അതിനെതിരെ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജാക്ക് ഡോർസിയുടെ കമ്പനിക്ക് അത് വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബേസിക്കലി ഇവരെന്താ ചെയ്യുന്നത്, പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിച്ച് അതിലൂടെ ഷെയർസ് ഡൗൺ ആക്കി എന്നിട്ട് അവർ ലാഭം കൊയ്യാണ് ഇവരെ യൂഷ്വൽ സ്ട്രാറ്റജി. ഇവർ പറഞ്ഞതൊക്കെ സീരിയസ് അലിഗേഷൻസ് ആണ്, ചിലതിലൊക്കെ കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹിൻഡൻബർഗ് റിസർച്ച് കൊടുത്തിട്ടുള്ള പ്രൂഫുകളാണ്. അത് പലപ്പോഴും ചില ന്യൂസ് പേപ്പറിൽ കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർ തന്നെ ലീഗൽ ഡിസ്ക്ലെയിമറിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദിസ് റിപ്പോർട്ട് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ റെക്കമെൻഡേഷൻ ഓൺ സെക്യൂരിറ്റീസ്. ദിസ് റിപ്പോർട്ട് റെപ്രസെൻറ്റ്സ് അവർ ഒപ്പീനിയൻ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് കമൻട്രി. അങ്ങനെ. പക്ഷേ ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അവരെ ലീഗൽ ഇഷ്യൂസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും തമാശയായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, To the best of our ability and belief, all information contained herein is accurate and reliable and has been obtained from public sources we believe to be accurate and reliable. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഹു ആർ നോട്ട് ഇൻസൈഡേഴ്സ് ഓർ കണക്റ്റഡ് പേഴ്സൺസ് ഓഫ് ദ സ്റ്റോക്ക് കവേർഡ് ഹിയറിൻ. അതെങ്ങനെ ശരിയാവും? ഈ സ്റ്റോക്സ് ഒന്നായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരിൽ നിന്ന് ഇവർക്ക് എങ്ങനെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും? ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, പല ന്യൂസ് ചാനലുകളും ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ ഹിഡൻ ക്യാം വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്തിട്ടാണ് എക്സ്പോസ് ചെയ്യുക. ഇത് കുറേ സ്ക്രീൻഷോട്ട്സ് ആണ് കൂടുതൽ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഡീപ് ഫേക്ക് വീഡിയോസ് വരെയിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ടൈമാണിത്. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ ഇത്ര വലിയ കഷ്ടപ്പാടുണ്ടോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ
ഇവർ പറഞ്ഞതൊക്കെ സീരിയസ് എലിഗേഷൻസ് ആണ്, ചിലതിലൊക്കെ കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും കൂടി തരേണ്ടത് ഇവരെ ബാധ്യതയാണ്. കാരണം നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് സാധാരണക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർ എപ്പോഴും ഏതെങ്കിലും രീതിയിലൊക്കെ രക്ഷപ്പെടും, കാരണം അവർക്ക് അതിൻ്റേതായ രീതികളുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവരെ AI ബോർഡ്സ് ഉണ്ട്. അപ്പോൾ അവരെ നഷ്ടങ്ങളൊക്കെ എപ്പോഴും മിനിമലായിരിക്കും. പക്ഷേ സാധാരണക്കാരൻ ഒന്ന് ഉറങ്ങി പിറ്റേ ദിവസം കാലത്തേറ്റ് നോക്കുമ്പോഴായിരിക്കും എല്ലാം പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോക്ക് അതേപോലെ ഡൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ടാണ് ഇവരെ ഏറ്റവും കൂടുതൽ കളി കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് കാരണം അദാനി ഗ്രൂപ്പിന് $150 ബില്യൺ നഷ്ടമായി. പക്ഷേ അതിനുശേഷം അബുദാബി ബേസ്ഡ് ഇൻ്റർനാഷണൽ ഹോൾഡിങ്ങും പിന്നെ US ബൂട്ടിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ഇവർ കാര്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തി. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൂടി. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവർ അത്രയും മണ്ടന്മാരായിരിക്കുമോ? അബുദാബി ബേസ്ഡ് ഇൻ്റർനാഷണൽ ഹോൾഡിങ്ങും പിന്നെ US ബൂട്ടിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമും ഇവർ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്താനായിട്ട് അവരെന്തൊക്കെ പറഞ്ഞാലും അവരുടേതായ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവർ ഇത്രയും മാനിപ്പുലേഷൻ ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റോക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുമോ? അതൊരു ചോദ്യമാണ്. ഇനിയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതിന് ശേഷം സെബി നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് കെ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് എന്ന കമ്പനി. ആ കമ്പനി അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസ് ഷോർട്ട് ചെയ്ത് 183 കോടി ഇന്ത്യൻ റുപ്പീസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഹിൻഡൻബർഗ് റിസർച്ച് അതിനെ നിരാകരിച്ചിട്ടില്ല. അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് $31,000 ആണ് ഉണ്ടാക്കിയതെന്ന്. ഒരു സാധാരണ ആൾ ഇതിങ്ങനെയല്ലേ ചിന്തിക്കുക. നിങ്ങളൊരു 1000 രൂപ ഉണ്ടാക്കിയിട്ടുള്ളൂ നോക്കി, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയുണ്ട്? നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഷെയർസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് 183 കോടി രൂപ ഉണ്ടാക്കി. ശരിയാണ്, നിങ്ങൾ ഷോർട്ട് സെല്ലേഴ്സ് ആണ്, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെയാണ് നിങ്ങളെ വിശ്വാസ്യത കുറയാനുള്ള ഒരു കാരണം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ സഹായത്തോടുകൂടെ ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ടാമത് വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് അതിനെതിരെയുള്ള ഒരു റിവെഞ്ച് ആണെന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. കാരണം ഇവരുടെ ഈ ആരോപണം വന്നതിന് ശേഷം നമ്മളെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസിന് ബാധിച്ചു, ഇല്ല എന്നല്ല, പക്ഷേ മൊത്തമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് കാരണം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 1.5% എങ്ങാണ്ടേ കുറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഇപ്രാവശ്യം $2.4 ബില്യൺ അദാനി ഗ്രൂപ്പിന് നഷ്ടമായി. പക്ഷേ മുമ്പ് $150 ബില്യൺ ആണെന്ന് ആലോചിക്കണം. അത് ഓൾമോസ്റ്റ് 100-1 കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം നഷ്ടം ഉണ്ടാക്കിയെങ്കിലും പിന്നെ നേട്ടം ഉണ്ടാക്കി ഇന്ത്യൻ ഓഹരികൾ. അപ്പോൾ അവരൊക്കെ ഈ ഗ്ലോബൽ ഷെയർ മാർക്കറ്റില്ലേ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ ചുവട് പിടിച്ചിട്ട് തന്നെയാണ് നീങ്ങിയത്. എന്നുവെച്ചാൽ ഇതിന് പ്രത്യേകിച്ചൊരു ചലനം ഈ മൊത്തം ഷെയർ മാർക്കറ്റിന് ഉണ്ടാക്കാൻ പറ്റിയില്ല അന്നത്തെ പോലെ. അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസിനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പണ്ടത്തെ അത്രയും ഇമ്പാക്റ്റ് ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഷോർട്ട് സെല്ലറാണ്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അവർ ഈ മാനിപ്പുലേഷൻ എന്നുള്ളൊരു കാര്യം നടത്തുകയും ചെയ്യും. അവരെ പേര് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പേരിടുകയും ചെയ്യും. പക്ഷേ ആ റിസർച്ചിൽ കാര്യമായ റിസർച്ച് വർക്ക് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇവരൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലെ കാര്യങ്ങൾ നടത്തിയിട്ട് ആണിത് ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത വരും. അത് തന്നെയാണ് അവർ ചെയ്യേണ്ടതും. അതിൻ്റെ അർത്ഥം മാധവിപുരി ബുച്ച് വിശുദ്ധയാണെന്നല്ല. അവർ സാധാ ജനങ്ങളോട് ആളുടെ പൊസിഷൻ ഇതിൽ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ബാധ്യത ആൾക്കുണ്ട്. കാരണം ആൾ സെബി ചെയർപേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ സംശയങ്ങൾ, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് ശരിയാവാം, തെറ്റാവാം. പിന്നെ കൂടുതൽ സീരിയസ് ഇഷ്യൂസിനെ പറ്റിയുള്ള അനാലിസിസ് കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ് ആൻഡ് ബി ഇൻഫോംഡ്.